ഹലോ ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. കരിയിലല്ല യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് എല്ല് കറിയും കപ്പയും കഴിക്കാൻ പോവുക. മട്ടൻ്റെ എല്ല് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഈ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടുക കേട്ടോ. പിന്നെ പൊടികളിപ്പോൾ ഇടും: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി ചിക്കൻ, ഇത് ബീഫിൻ്റെ ഒരു മസാല, മട്ടൻ്റെ മസാല. മട്ടൻ്റെയോ ചിക്കൻ്റെ ഏതിലും ഇട്ടാൽ മതി, ബീഫിൻ്റെയോ. ഞാൻ ബീഫിൻ്റെ മസാല ഇട്ടിരിക്കുന്നത്, മട്ടൺ ഇല്ലായിരുന്നു. പിന്നെ 3 കപ്പ് വെള്ളം ഒഴിച്ചു. കുക്കർ അടയ്ക്കുന്നു. സിമ്പിൾ. കുക്കർ അടയ്ക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനിയാണ് ചെറിയുള്ളിക്കകത്താണ് കളികൾ. ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയുള്ളി വേണം. 10 ചെറിയുള്ളി എടുത്തു. കരിയാപ്പില, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് സെറ്റ്. അത് താളിക്കുന്നു. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല എല്ലാം കൂടി ഇട്ട്. ഞാൻ ഈ ഷോർട്ടായിട്ടോ, ഷോർട്ടായിട്ട് ഇട്ടിരിക്കുന്നത്, മൊത്തം കാണിക്കുന്നില്ല. സോറി, കാണിക്കാൻ പറ്റിയില്ല ഇത് എഡിറ്റ് ചെയ്തപ്പോൾ. കുക്കർ തുറന്നു. സെറ്റ് മോനെ, സെറ്റ്. അടിപൊളി. നല്ല മണം എന്ന് പറഞ്ഞാൽ അടിപൊളി മണം. മട്ടൻ കറി സൂപ്പറാണ്, കിടുവാണ്. അതിന് ഒരു മാറ്റവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. അടിപൊളി, നല്ല മണവും. നല്ല ചെറിയുള്ളി ഇടുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത്. ഇനിയാണ് കപ്പയ്ക്ക് കൊടുത്ത് അളക്കുകയാണ്. കപ്പയുടെ പരിപാടിയാണ് ഇനി. അതിന് കപ്പ ഫോർസനാണ്. നമ്മുടെ നാട്ടിലെ കൂട്ട് കിട്ടുന്ന, നാട്ടിൽ കിട്ടുന്നതുകൊണ്ട് കിട്ടും. എന്നാലും ഇത് ടേസ്റ്റ് കിട്ടാൻ പാടാണ്. ടേസ്റ്റ് കിട്ടും, കുഴപ്പമില്ലാതെ ഇങ്ങനെ താളിക്കുന്നു. ഇനി ഉടയ്ക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഉടച്ച് കരിവേപ്പിലേക്ക് ഇട്ട് താളിച്ച് ഉടച്ച് സെറ്റാക്കി പ്ലേറ്റിലോട്ട് ഇടാൻ പോവുകയാണ്. ഇനി ആർക്കാണ് കൂടുതൽ കുറവ്? അതാണ്. ഇനിയാണ് നമ്മുടെ താരം മട്ടൻ. മോനെ സെറ്റ്. അങ്ങ് ഒരിക്കൽ മോനെ അങ്ങോട്ട്. പിന്നാണ് താരം. ഇത് കൂട്ടി ഒരു നൈറ്റിലൊന്ന്